Good morning, students. Today we are going to discuss a chapter called My Greatest Olympic Prize. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു സെക്കൻഡ് ചാപ്റ്ററാണ് മൈ ഗ്രേറ്റസ്റ്റ് ഒളിമ്പിക് പ്രൈസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഇത് നമ്മുടെ ഒളിമ്പിക് ഗെയിംസ് പണ്ട് നടന്ന 1936 നടന്ന ഒരു ഒളിമ്പിക് സെറിമണിയിൽ അല്ലെങ്കിൽ ഒരു ഒളിമ്പിക് മത്സരത്തിനുണ്ടായ ഒരു ഇവൻ്റാണ്. ഇതിനെക്കുറിച്ച് എന്താ പറയുക, അന്നുണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പ്, അന്ന് ഉത്ഭവിച്ച ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പം നമുക്ക് എന്താ നോക്കാം. മൈ ഗ്രേറ്റസ്റ്റ് ഒളിമ്പിക് പ്രൈസ്, റിട്ടൺ ബൈ ജെസെ ഓവൻസ്. James Cleveland Owens, better known as Jesse Owens, is one of the greatest American athletes of all time. He was recognized as perhaps the greatest and the foremost famous athlete in track and field history. അപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് എഴുതിയ ആള് ജെസെ ഓവൻസ് എന്ന് പറയുന്ന ആള് ഒരു അമേരിക്കനായിട്ടുള്ള ഒരു നീഗ്രോയാണ്. അദ്ദേഹം ഒരു അത്ലറ്റാണ്. അദ്ദേഹം ഒളിമ്പിക് വിന്നറാണ്, വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ അന്ന് ഹി വാസ് പെർഹാപ്സ് ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് ഫേമസ് അത്ലറ്റ് ഇൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഹിസ്റ്ററി. അദ്ദേഹം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, അമേരിക്കയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അത്ലറ്റാണ്. അറ്റ് ദി 1936 Berlin Games, Owens shattered Hitler's myth of Aryan supremacy by becoming the most successful athlete of ഒളിമ്പിക്സ്. അപ്പം ഞാൻ ഇന്ന് ഈ ബയോഗ്രഫിയും കൂടെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ കാരണം, ഈ ബയോഗ്രഫിയും കൂടെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റോറി, ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഒരു സ്റ്റോറി, ലൈഫ് സ്റ്റോറി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദി 1936 ബെർലിൻ ഗെയിംസ്, 1936 ബെർലിനിൽ വെച്ച് നടന്ന ഈ ഒരു ഒളിമ്പിക് ഗെയിംസിൽ ഓവൻസ് ഷാറ്റേഡ് ഹിറ്റ്ലേഴ്സ് മിത്ത് ഓഫ് ആര്യൻ സൂപ്രീമസി. അത് ഓർത്തിരിക്കുക, വളരെ നോട്ടബിൾ ആയിട്ട് ഈ ഒരു ടെക്സ്റ്റിന്റെ, ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹിറ്റ്ലേഴ്സ് മിത്ത് ഓഫ് ആര്യൻ സൂപ്രീമസി. അണ്ടർലൈൻ ചെയ്തിടുക എന്ന് വെച്ചാൽ, അന്ന് കാലഘട്ടത്തിൽ 1930s അന്ന് ഹിറ്റ്ലർ ഭരിച്ചിരുന്ന കാലത്ത് ഹിറ്റ്ലർ ഒരു മിത്ത്, ഒരു കാര്യം, ഒരു മിത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കെട്ടുകഥ ആൾക്കാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളി തന്നെ ബിൽഡപ്പ് ചെയ്ത ഒരു ഷോ ഓഫ് ആയിരുന്നു ആര്യൻ സുപ്രീമസി എന്ന് പറയും. എന്ന് വെച്ചാൽ അവര് ആര്യൻ വംശജരാണ് ഈ ഹിറ്റ്ലർ തുടങ്ങിയ ആളുകൾ, എന്ന് വെച്ചാൽ ജർമ്മൻസ് ആയിട്ടുള്ള ആര്യൻകാർ. അപ്പൊ അവർക്ക് ബുദ്ധി കൊണ്ടും തലച്ചോറ് കൊണ്ടും അവർ ഭയങ്കര ഹൈ സുപ്രീമസിയാണ്. ബാക്കിയുള്ള ആളുകൾ എന്ന് പറയുന്നത് വിഡ്ഢികൾ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അവരെക്കാളും താഴ്ന്ന കിടയിലുള്ളവരാണെന്നുള്ള രീതിയിലാണ് ഹിറ്റ്ലർ കണ്ടിരുന്നത്. അപ്പൊ ഹിറ്റ്ലറിന്റെ ഒരു മിത്താണ്, ഒരു കെട്ടുകഥയാണ് ആര്യൻ സുപ്രീമസി. അത് അദ്ദേഹം ലോകം മുഴുവനും എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചു. എന്ന് വെച്ചാൽ ജർമ്മൻസ് ആണ് ഏറ്റവും സുപ്രീം, ജർമ്മൻസ് ആയിട്ടുള്ള ആര്യൻസ് ആണ് ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ആളുകൾ. അവരെ തോപ്പിക്കാൻ പറ്റത്തില്ല. അവര് കായികപരമായും അല്ലാതെ പോലെ തല കൊണ്ടും അവർ തന്നെയാണ് സുപ്രീം എന്നുള്ള രീതിയിൽ ഹിറ്റ്ലർ ഒരു ഊഹാപോഹങ്ങളൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ടായിരുന്നു. ആസ് ദി പോയറ്റ് ചാൾസ് ഗിംഗ puts it, Jesse stands as a symbol for all who run for the freedom of the sport and for the spirit of humanity. അപ്പം ചാൾസ് ഗിംഗ പറയുകയുണ്ടായി, ജെസെ, നമ്മളുടെ ഈ എഴുതിയ ആള് ജെസെ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. അപ്പം ജെസെ സ്റ്റാൻഡ്സ് ആസ് എ സിമ്പിൾ ഫോർ ഓൾ ഹൂ റൺ. അപ്പം അദ്ദേഹം ഒരു മനുഷ്യത്വത്തിന്റെ ഒരു സിമ്പിളായിട്ടാണ് ജെസേനെ കണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം ഓടുന്നത്, അദ്ദേഹം ആ സമയത്ത് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് തന്നെ ഒരു താഴെക്കിടയിലുള്ള ആളുകൾക്ക് വേണ്ടി ഉള്ള അവരുടെ ഒരു അപ്രൈസലിന് വേണ്ടി ഓടുന്ന ഒരു റെപ്രസെന്റേഷനെ പോലെയാണ് കണ്ടിരുന്നത്. മൈ ഗ്രേറ്റസ്റ്റ് ഒളിമ്പിക് പ്രൈസ് ഈസ് ആൻ autobiographical sketch by Owens about his personal experience during the Berlin Olympics 1936. The life writing discloses the philosophical and humanistic side of Owens' friendship with a fellow German athlete, Les Long. അപ്പോൾ ഇതിൻ്റെ മെയിൻ കഥാപാത്രങ്ങളായിട്ടുള്ള ആളുകളാണ്, ഒന്നാമത് നമ്മുടെ ഓതർ ജെസെ ഓവൻസും, രണ്ടാമത്തേത് ജർമ്മൻ അത്ലറ്റ് ആയിട്ടുള്ള ലെസ് ലോങ്. അപ്പോൾ ഇദ്ദേഹം ലെസ് ലോങ് എന്ന് പറയുന്ന ആള് ജർമ്മൻ അത്ലറ്റാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം നമ്മുടെ ഹിറ്റ്ലറിന്റെ കീഴിൽ വരുന്ന, ഹിറ്റ്ലറിന്റെ പാരമ്പര്യമുള്ള നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അദ്ദേഹവും ഈ ആര്യൻ സുപ്രീമസി ചിലപ്പം കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളായിരിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഓൾസോ, അപ്പൊ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു
ഒളിമ്പിക്സോടെ ഉണ്ടായി. നമ്മുടെ ആരൊക്കെ? ജെസ്സെ ഓവൻസും കറുത്തവർക്കാരനായ ജെസ്സെ ഓവൻസും നമ്മുടെ ആര്യൻ സുപ്രീമസി തലയ്ക്ക് പിടിച്ച ജർമ്മൻസിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ടുള്ള ലെസ്ലോങ്. അപ്പൊ ഇവര് തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു ഇടയിൽ ഉണ്ടായി എന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. മൈ ഗ്രേറ്റസ്റ്റ് ഒളിമ്പിക് പ്രൈസ്, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിശേഷപരമായ ഒളിമ്പിക് പ്രൈസ്. It was the summer of 1936. The Olympic Games were being held in Berlin because Adolf Hitler childishly insisted that his performers were members of a master race. അവിടെ ശ്രദ്ധിക്കുക, മാസ്റ്റർ റേസ്. അപ്പം അവരുടെ വംശം 1936 ഒളിമ്പിക് ഗെയിംസ് ബെർലിൻ നടക്കുമ്പോൾ ജർമ്മനിയിലെ ക്യാപിറ്റലാണ് ബെർലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ക്യാപിറ്റൽ സിറ്റിയിൽ ഒളിമ്പിക് ഗെയിം നടക്കുമ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ പറയുണ്ടായി, അഡോൾഫ് ഹിറ്റ്ലർ അവിടെ കാണുന്നുണ്ടാവും. ആ ഒരു ഒളിമ്പിക് ഗെയിംസിൽ അഡോൾഫ് ഹിറ്റ്ലറും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മെമ്പേഴ്സ്, എൻ്റെ കൂടെയുള്ള എൻ്റെ വംശജർ, എൻ്റെ റേസ് എന്ന് പറയുന്നതാണ് മാസ്റ്റർ റേസ്, ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ആര്യൻ സുപ്രീം എന്ന് പറയും. നാഷണലിസ്റ്റിക് ഫീലിങ്സ് വെർ അറ്റ് ആൻ ഓൾ ടൈം ഹൈ. ഐ വാസൻ ടു വറീഡ് അബൌട്ട് ഓൾ ദിസ്. അപ്പം ആ ഒരു സമയത്ത് അവരുടെ ജന്മനാട്ടിൽ തന്നെ നടക്കുന്ന ഒരു ഒളിമ്പിക് ഗെയിംസിൽ പോയി പങ്കെടുക്കുമ്പം അത്രയും പ്രഷർ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള ജെസ്സെ ഓവൻസിനും ഈ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. I would trained, sweated and disciplined myself for 6 years with the games in mind. While I was going over the board, all I could think about was taking home 1, 2 or those gold medals. അപ്പോൾ എൻ്റെ ഉള്ളിലെ പ്രയത്നം എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായതല്ല. അത് 6 വർഷമായിട്ട് എൻ്റെ ചോരയുടെയും വീർപ്പിൻ്റെയും ട്രെയിനിങ്ങിൻ്റെയും കൊണ്ട് മുതലായ ഒരു ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാണ് ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്താണല്ലോ ഒരു 2 ഗോൾഡ് മെഡൽസ് എങ്കിലും കൊണ്ടുപോകും എന്നുള്ളൊരു തീവ്രമായിട്ടുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. ഐ ഹാഡ് മൈ ഐ എക്സ്പെഷ്യലി ഓൺ ദ റണ്ണിങ് ബോർഡ് ജംപ്. ബോർഡ് ജംപ് എന്ന് പറഞ്ഞാൽ ലോങ് ജമ്പ്. അദ്ദേഹം പങ്കെടുക്കുന്നത് ലോങ് ജമ്പിലാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ. അപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന വെളുത്ത ആളാണ് ലെസ്ലോങ്ങും, മറ്റേ ആളാണ് കറുത്ത വംശജനായിട്ടുള്ള ആളാണ്, അമേരിക്കൻ ആയിട്ടുള്ള ആളാണ് ജെസ്സെ ഓവൻസ്. A year before, as a sophomore at Ohio State University, I would set the world record of 26 feet 8 1/4 inches. Everyone expected me to win that Olympic event hands down. അപ്പം അദ്ദേഹം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സെക്കൻഡ് ഇയർ ഒക്കെ ആയിരുന്നു. അപ്പം സോഫോമോർ എന്ന് വെച്ചാൽ സെക്കൻഡ് ഇയേഴ്സിനെ നിങ്ങളെ വിളിക്കുന്ന പേരാണ് സോഫോമോർ എന്ന്. അപ്പം സെക്കൻഡ് ഇയർ ഒക്കെ ആയിരുന്ന സമയത്ത് ഞാനൊരു വേൾഡ് റെക്കോർഡ് ഇട്ടായിരുന്നു. ആര്? ജെസ്സെ ഓവൻസ്. അദ്ദേഹം ഒരു വേൾഡ് റെക്കോർഡ് ഇട്ടായിരുന്നു, 26 feet 8 1/4 inches എന്ന് പറയുന്നത്. അതൊരു വേൾഡ് റെക്കോർഡായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒളിമ്പിക്സിൽ ഈസി ആയിട്ട് വിൻ ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷ നാട്ടുകാർക്കും അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഐ വാസ് ഇൻ ഫോർ എ സർപ്രൈസ് വെൻ ദ ടൈം കെയിം ഫോർ ദി ബോർഡ് ജംപ് ട്രയൽസ്. ഐ വാസ് startled to see a tall boy hitting the pit at almost 26 feet on the practice leaps. He turned out to be a German named Leslong. I was told that Hitler had kept him under wraps, evidently hoping to win the jump with him. അപ്പം എനിക്ക് ഭയങ്കര അതിശയകരമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒളിമ്പിക്സ് നടക്കുന്ന ആ ഒരു സമയം നോക്കിയപ്പോൾ, നമ്മളിപ്പോൾ ഒളിമ്പിക്സ് നടക്കുന്നതിൻ്റെ ആ ഒരു തലേ ദിവസം ഒരു യോഗ്യതാ മത്സരം കൂടെ വെക്കും. ഇന്ന് അത് നേരത്തെ വെക്കുന്നതെന്നേ ഉള്ളൂ, അന്ന് ആ സമയത്തൊക്കെ തലേ ദിവസം വെക്കുന്നത്. അപ്പോൾ ഒരു യോഗ്യതാ മത്സരം, ഒരു പ്രാക്ടീസ് സെക്ഷൻ വെക്കും. അപ്പോൾ അതിൽ ജയിച്ചെങ്കിൽ മാത്രമേ പിറ്റേ ദിവസം ഒളിമ്പിക്സിൽ മെയിൻ ആയിട്ടുള്ള ഇവന്റിൽ ഇറങ്ങാൻ പാടുള്ളൂ, സമ്മതിക്കത്തുള്ളായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ടോൾ ബോയ് ഹിറ്റിംഗ് ദ പിറ്റ് അറ്റ് ഓൾമോസ്റ്റ് ഒരു 26 feet അടിയുള്ള ഒരാൾ, ഒരു ടോൾ ബോയ്, അദ്ദേഹത്തിന്റെ പേരാണ് ലെസ്ലോങ്. ഞാൻ ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോഴേ മനസ്സിലായി അദ്ദേഹം ജർമ്മനാണ്. ഐ വാസ് ടോൾഡ് ദാറ്റ് ഹിറ്റ്ലർ ഹാഡ് കെപ്റ്റ് ഹിം. അപ്പം അദ്ദേഹത്തിന് നേരത്തെ നമ്മുടെ ജെസ്സയ്ക്ക് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു, ഇദ്ദേഹം ഹിറ്റ്ലറിന്റെ ഒരു ശിങ്കടിയാണ്, വ്രാപ്സ് എന്ന് പറഞ്ഞ ശിങ്കടിയാണെന്നുള്ള ഒരറിവ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയാണ്, ഇദ്ദേഹം ഇത്തവണ ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ലോകമെമ്പാടും ഉള്ള ആളുകൾക്കുണ്ട്, അതുപോലെ തന്നെ ഹിറ്റ്ലറിനുമുണ്ട്. I guessed that if Long won, it would add some new support to the Nazis' Aryan superiority theory. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ആര്യൻ സുപ്രീമസി എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം ലോങ് ജയിക്കുകയാണെങ്കിൽ അത് ആര്യൻ സുപ്രീമസിക്ക്, നമ്മുടെ ഹിറ്റ്ലറിനെല്ലാം ഒരു പൊൻതൂവലാണ്, അവർക്ക് ആഡ് ചെയ്യാൻ പറ്റിയ അവരുടെ പ്രൗഢമായിട്ടുള്ള ഒരു അഹങ്കാരമാണ് ഇദ്ദേഹം. After all, I am a Negro,
a little hot under the collar about Hitler's ways, I determined to go out there and really show Der Führer and his master race who was superior and who was it. അപ്പം നമ്മുടെ നീഗ്രോ ആയിട്ടുള്ള നമ്മുടെ ജെസ്സയ്ക്ക് ഉള്ളിലൊരു ഭയങ്കര അമർഷം തോന്നി. അതാണ് ലിറ്റിൽ ഹോട്ട് അണ്ടർ ദി കോളർ എന്ന് വെച്ചാൽ ഉള്ളിലൊരു ഭയങ്കര ദേഷ്യവും ആംഗ്രി എല്ലാം ഉള്ളിൽ ഉണ്ടായി. ആരെക്കുറിച്ച് ഓർത്തപ്പം? ഹിറ്റ്ലറിനെ കുറിച്ച് ഓർത്തപ്പം. അബൌട്ട് ഹിറ്റ്ലേഴ്സ് വേസ് ഐ ഡിറ്റർമൈൻഡ് ടു ഗോ ഔട്ട് ദെയർ എന്ന് വെച്ചാൽ ഹിറ്റ്ലർ അന്ന് ലോകത്തിലെ എല്ലാ ആളുകളെയും അദ്ദേഹത്തിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതുപോലെ എത്രയോ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുകയും ഉള്ള ആളാണ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. ഐ ഡിറ്റർമൈൻഡ് ടു ഗോ ഔട്ട് ദെയർ ആൻഡ് അപ്പം ഞാൻ ഉറച്ച വിശ്വാസം എടുത്തു എന്ന് വെച്ചാൽ ഡെർ ഫെറർ എന്ന് പറഞ്ഞാൽ ജർമ്മനിൽ ലീഡർ എന്നാണ് അർത്ഥം. അപ്പം ഹിറ്റ്ലറിനെയാണ് അദ്ദേഹം പറയുന്നത്, സൂചിപ്പിക്കുന്നത്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഹിറ്റ്ലറിനോട് ഞാൻ ഇന്നത്തെ മത്സരത്തിന് ഒരു ഇത് കാണിക്കും, കാരണം ആരാണ് സുപ്പീരിയർ റേസ് എന്നുള്ളത്, അദ്ദേഹമാണോ അതോ ഞങ്ങളാണോ എന്നുള്ളത് ഞാൻ ഈ ഒരു റിസൾട്ടിൽ നിന്ന് കാണിക്കുമെന്ന് നമ്മുടെ ജെസ്സെ പറയുക. An angry athlete is an athlete who will make mistakes as any coach will tell you. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത്രയും ദേഷ്യം ഹിറ്റ്ലറിനോടുണ്ട്. അപ്പം ഇവിടെ പറയുകയാണ് an angry athlete is an athlete who will make mistakes. അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു സെൻറ്റൻസ് ആണ്. an angry athlete എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അത്ലറ്റിക് ആയിട്ടുള്ളവർ, സ്പോർട്സ് പേഴ്സൺസ് ഒരിക്കലും അവരുടെ ഉള്ളിൽ ഈ ഒരു ഇവന്റ് നടത്തുമ്പോഴോ പങ്കെടുക്കുമ്പോഴോ ഒരിക്കലും ഉള്ളിൽ ആംഗ്രി എന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യവും ആരോടും ദേഷ്യവും പരിഭവം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത്രയും ക്ലീൻ മൈൻഡ്, ഫ്രീ മൈൻഡഡ് ആയിട്ടായിരിക്കണം ആൾക്കാർ പങ്കെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശ്രീശാന്തിൻ്റെ കാര്യം എടുക്കുകയാണ്. അദ്ദേഹം നല്ല രീതിയിൽ ഒരു കാമായിട്ട് കളിക്കുമായിരുന്നെങ്കിൽ നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാവേണ്ട ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അത്ലറ്റ്സിന് ഒരിക്കലും ദേഷ്യം പാടില്ല എന്ന് പറയുന്നത്. അവരുടെ മൈൻഡ് എപ്പോഴും കൺട്രോളബിൾ ആയിരിക്കണം. ധോണീനെ കണ്ടില്ലേ, എത്ര കൂളായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഐ വാസ് നോ എക്സെപ്ഷൻ ഓൺ ദി ഫസ്റ്റ് ഓഫ് മൈ 3 ക്വാളിഫൈങ്. അപ്പം ഞാൻ അതിൽ നിന്നും ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നും ഞാനും അത്ര മോശക്കാരനല്ല. ഐ വാസ് നോ എക്സെപ്ഷൻ ഓൺ ദി ഫസ്റ്റ് ഓഫ് മൈ 3 ക്വാളിഫൈങ് ജംപ്സ് ഐ ലീപ്ഡ് ഫ്രം several inches beyond the takeoff board for a foul. On the second jump I fouled even worse. അപ്പം ഞാൻ ആദ്യം ഒന്ന് കുതിച്ച് ചാടി, അപ്പം അതൊരു ഫൗളായിപ്പോയി. കാരണം ഞാൻ ഒത്തിരി പുറകിലായിരുന്നു, ഈ നമ്മുടെ ഈ ലൈനിൻ്റെ ഒത്തിരി പുറകിൽ നിന്നായിരുന്നു ചാടിയത്. അപ്പം അതൊരു ഫൗളായി പോയി. ഓൺ ദി സെക്കൻഡ് ജംപ് ഐ ഫൗൾഡ് ഈവൻ വേഴ്സ്. രണ്ടാമത് ചാടിയപ്പോൾ അതിലും കഷ്ടമായിട്ടാണ് ഞാൻ ചാടിയത്. ഡിഡ് ഐ കം 3,000 മൈൽസ് ഫോർ ദിസ്. അപ്പം ഞാൻ ഇത്രയും 3000 മൈൽസ് ഓടി വന്നത് ഈ ഒരു മോശം പ്രകടനത്തിന് വേണ്ടിയായിരുന്നോ? ഓടി വന്നല്ലേ ലോങ് ജമ്പ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ഓടി വന്നിട്ട് ഈ ഒരു വേഴ്സ് സിറ്റുവേഷൻ ഫേസ് ചെയ്യാനാണോ ഞാൻ ഇത്ര ഓടി വന്നത്? അപ്പം രണ്ടാമത്തെ ജമ്പും ഫെയിലിയറായി. ടു ഫൗൾ ഔട്ട് ഓഫ് ദി ട്രയൽസ് ആൻഡ് മേക്ക് എ ഫൂൾ ഓഫ് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ വിഡ്ഢിയായിട്ട് കാണുന്നു, എന്തൊരു പൊട്ടനാണ് ഞാൻ, അല്ലെങ്കിൽ എന്തൊരു നിഷ്ക്രിയനാണെന്ന് ഞാൻ സ്വയമേ ചിന്തിക്കുകയാണ്. വാക്കിംഗ് എ ഫ്യൂ യാർഡ്സ് ഫ്രം ദി പിറ്റ് ഐ കിക്ക്ഡ് ഡിസ്കസ്റ്റ്ലി അറ്റ് ദി ഡേർട്ട്. അപ്പം ഞാൻ പുറകെ പോയിട്ട് ആ മണ്ണിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലി ആ ദേഷ്യം തീർത്ത്. സഡൻലി ഐ ഫെൽറ്റ് എ ഹാൻഡ് ഓൺ മൈ ഷോൾഡർ. അപ്പം പെട്ടെന്നൊരു ഒരാളുടെ കൈ എൻ്റെ ഷോൾഡറിൽ വന്ന് പതിക്കുകയുണ്ടായി. ഐ ടേൺഡ് ടു ലുക്ക് ഇൻ ടു ഫ്രണ്ട്ലി ബ്ലൂ ഐസ് ഓഫ് ദി ടോൾ ജർമ്മൻ ബ്രോഡ് ജമ്പർ. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം ഒരു നീല കണ്ണുള്ള ഒരു ജർമ്മൻ വളരെ പൊക്കമുള്ള ഒരു മനുഷ്യനെ കാണുകയാണ്. ഹി ഹാഡ് ഈസിലി ക്വാളിഫൈഡ് ഫോർ ദി ഫൈനൽസ് ഫോർ ദി ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പം അദ്ദേഹം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്ത ഒരാളാണ്. ഹി ഓഫേർഡ് മീ എ ഫേം ഹാൻഡ് ഷേക്ക്. അത് അദ്ദേഹം ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തു, ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു. ജെസ്സെ ഓവൻസ്, ഐ എം ലെസ് ലോങ്, ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് മെറ്റ്. ഹി സ്പോക്ക് ഇംഗ്ലീഷ് വെൽ തോ വിത്ത് എ ജർമ്മൻ ട്വിസ്റ്റ് ടു ഇറ്റ്. അപ്പം ജെസ്സെ ഓവൻസ്, ഞാൻ ലെസ് ലോങ് ആണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിന്നെ കാണുമെന്ന്, നിന്നെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമെന്ന് ലെസ് ലോങ് പറയുകയാണ് നമ്മുടെ ജെസ്സെ ഓവൻസ് അവിടെ ഭ്രാന്ത് പിടിച്ചിങ്ങനെ പോയതിൻ്റെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇനി ഒരു 2 ചാൻസ് നഷ്ടപ്പെട്ടു, ഇനി ഒരു മൂന്നാമത്തെ ഒരു ചാൻസും കൂടെ പുള്ളിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ആൻ ആംഗ്രി അത്ലറ്റ് ഈസ് ആൻ അത്ലറ്റ് യു വിൽ മേക്ക് മിസ്റ്റേക്സ് എന്ന് പറയുന്ന പോലെ നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല ഒരു സ്പോർട്സ്മാനെ സംബന്ധിച്ച്. അപ്പോൾ അദ്ദേഹം അത്രയും ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് പുറത്ത് വന്ന് ഒരാൾ തോളെ തട്ടി പറയാണ് അതിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ട്വിസ്റ്റോട് കൂടെയുള്ള ജർമ്മൻ സ്ലാങ്ങും കൂടെ വരുന്ന ഒരു ഇംഗ്ലീഷ് ആയിരുന്നു. glad to meet you, I said, then trying to hide my nervousness I added, how are you? അപ്പം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം, എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുകയാണ്. അപ്പം എൻ്റെ ഉള്ളിൽ
അതിന് പേടിയുണ്ട്, നെർവസ്നെസ്സും ഉണ്ട്. ഐ എം ഫൈൻ, ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ആർ യു. അപ്പം എനിക്ക് സുഖമാണ്, എങ്ങനെയുണ്ട്, നിനക്ക് എങ്ങനെയുണ്ട്? വാട്ട് ഡു യു മീൻ, ഐ ആസ്ക്ഡ്. അപ്പം എന്നാ നീ ഉദ്ദേശിക്കുന്നേ, നീ എന്നാ വിചാരിക്കുന്നതെന്ന് നമ്മുടെ ജെസ്സ ചോദിക്കുകയാണ്. നീ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്നാ? സംടൈംസ് സംതിങ് മസ്റ്റ് ബി ഈറ്റിംഗ് യു. അപ്പം ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്നാന്ന് നമ്മുടെ ജെസ്സ ചോദിക്കുമ്പം ലെസ്ലോങ് പറയാണ്, എന്തോ നിന്നെ അലട്ടുന്നുണ്ട്. He said, proud the way foreigners are when they have mastered a bit of American slang. You should be able to qualify with your eyes closed. അപ്പം അദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തോ നിന്നെ അലട്ടുന്ന ഒരു കാര്യമുണ്ട്. യു ഷുഡ് ബി ഏബിൾ ടു ക്വാളിഫൈ. നീ ഈ ഒരു മത്സരത്തിൽ ക്വാളിഫൈ ചെയ്തിരിക്കണം. ചുമ്മാ കണ്ണടച്ചങ്ങ് ചെയ്യുന്നേ എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയാണ്. ഒന്ന് കണ്ണടച്ചങ്ങ് നീ നല്ല നല്ല രീതിയിൽ കളിക്കാൻ പറയുകയാണ്. Believe me, I know it, I told him, and it felt good to say that to someone. അപ്പം നീ നിന്നെ തന്നെ വിശ്വസിക്കാൻ പറയുകയാണ്. അത് കഴിഞ്ഞ് നീ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നീ നിന്നെ തന്നെ വിശ്വസിക്കാൻ ബിലീവ് മീ, ഐ നോ ഇറ്റ്. അപ്പം നിന്നെ തന്നെ വിശ്വസിച്ച് വളരെ അർപ്പണത്തോടെ ഇത് ചെയ്യാൻ നമ്മുടെ ലെസ്ലോങ് പറയുകയാണ്. ഫോർ ദി നെക്സ്റ്റ് ഫ്യൂ മിനിറ്റ്സ് വി ടോക്ക്ഡ് ടുഗെദർ. ഐ ഡിഡ്ന്റ് ടെൽ ലോങ്. അപ്പം അത്രയും ടെൻഷൻ നിൽക്കുന്ന ഒരാൾക്ക് ഈ ഒരു ലെസ്ലോങ് എന്ന് പറയുന്നത് ഇവരുടെ നേരെ എനിമിയാന്ന് ഓർക്കണം. അമേരിക്കൻസിന്റെ നേരെ എനിമിയാണ് ജർമ്മൻസ്. അപ്പം ജർമ്മനിയിൽ നിന്ന് ഈ ഒരു നമ്മുടെ അതും ജർമ്മനിയിൽ നടക്കുന്ന ഒരു ഒളിമ്പിക്സ് ഗെയിംസ് ആണ്. അപ്പം മീഡിയ അറ്റൻഷൻ ഉണ്ടാവും. ഹിറ്റ്ലർ നോക്കി കാണുന്ന ഒരു സമയമാണ്. ഹിറ്റ്ലർ അവിടെ നിന്ന് വീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ലെസ്ലോങ് പോയി ഇദ്ദേഹത്തിനോട് മിണ്ടുന്നത്. ഫോർ ദി നെക്സ്റ്റ് മിനിറ്റ്സ് വി ടോക്ക്ഡ്. അപ്പോൾ ഇവർ ഒരുമിച്ച് സംസാരിക്കുകയാണ്. ഐ ഡിഡ്ന്റ് ടെൽ ലോങ് വാട്ട് വാസ് ഈറ്റിംഗ് മീ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സംതിങ് മസ്റ്റ് ബി ഈറ്റിംഗ് യു. അപ്പൊ നീ എന്താ കഴിച്ചതെന്നല്ല ചോദിച്ചത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് നിന്നെ അലട്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് എന്നെ അലട്ടുന്നത് എന്നുള്ള കാര്യം ഞാൻ അവനെ പറഞ്ഞില്ല. എന്തായിരുന്നു അവനെ അലട്ടുന്നത്? ഈ ഒരു ആര്യൻ സുപ്രീമസിയാണ്. അവനൊരു നീഗ്രോയാണ്. അപ്പൊ ആര്യൻസിന് അവിടെ ജയിക്കുമെന്നറിയാം. ഒന്നാമത് ഹിറ്റ്ലർ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഹിറ്റ്ലറിന്റെ വംശമാണ് ഏറ്റവും സുപ്രീം ആയിട്ടുള്ളത്. അപ്പൊ അവരുടെ മുന്നിൽ നീയൊക്കെ വെറും ശിശുക്കളാന്നുള്ള രീതിയിൽ ഹിറ്റ്ലർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മിത്തുണ്ട് അവിടെ. അപ്പൊ ബട്ട് ഹി സീംഡ് ടു അണ്ടർസ്റ്റാൻഡ് മൈ ആങ്കർ ആൻഡ് ഹി ലുക്ക് പെയിൻസ് ടു റിയഷർ മീ. അപ്പം അദ്ദേഹത്തിന് നമ്മുടെ ലെസ്ലോങ്ങിന് അത് പറയാതെ തന്നെ മനസ്സിലായി. ഓൾദോ ഹി വുഡ് ബീൻ anger and he took although he would been schooled in the Nazi youth movement, he didn't believe in this Aryan supremacy business any more than I did. അപ്പോൾ അദ്ദേഹം ഒരു നാസി സ്കൂളിലാണ് പഠിച്ചതെങ്കിലും അദ്ദേഹം ഈ ഒരു ആര്യൻ സുപ്രീമസിയിൽ വിശ്വസിക്കുന്നില്ലായിരുന്നു. ലെസ്ലോങ്. We laughed off the fact that he really looked the part though, an inch taller than I. He had a lean, muscular frame, blue eyes. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ഒരു ശരീര ഇതെല്ലാം നമ്മുടെ ജെസ്സെ പറയുകയാണ്. ആ ഒരു ഫ്യൂച്ചേഴ്സ് എല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം കൂടെ പുള്ളി പറയുകയാണ്. ഹി ഹാഡ് എ ലീൻ, ഒരു ചെറിയ ചെരിവുണ്ട്, ഒരു മസ്കുലർ ഫ്രെയിമാണ്, മസ്കുലർ ബോഡിയാണ്, ക്ലിയർ ബ്ലൂ ഐസ്, നല്ല നീല കണ്ണുകളാണ് അദ്ദേഹത്തിന്, ഫ്ലോണ്ട് ഹെയർ, നല്ല ഫെയർ ആയിട്ടുള്ള ഹെയർ ആണ്, സ്ട്രൈക്കിംഗ്ലി ഹാൻസം, ചിസിൽഡ് ഫേസ് എന്ന് വെച്ചാൽ വളരെ ഒരു ഫാറ്റ് പോലും ഇല്ലാത്തൊരു ഫേസ് ആണ്, നല്ല ക്ലിയർ ആയിട്ട് ആ ബോണൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണാം, ഇത്ര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ചിസിൽഡ് ഫേസ് എന്ന് പറയുന്നത്. ഫൈനലി സീയിങ് ദാറ്റ് ഐ ഹാഡ് കാംഡ് ഡൗൺ വാട്ട് എവർ ഹി പോയിന്റഡ് ടു ദ ടേക്ക് ഓഫ് ബോർഡ്. അപ്പം അദ്ദേഹം എന്നെ വളരെ സമാധാനപരമായിട്ട് ആശ്വസിപ്പിച്ചു. അതുപോലെ തന്നെ ഹി ടേക്ക് ഓഫ് മീ ടു ദ ടേക്ക് ഓഫ് ബോർഡ്. അപ്പം ഈ ലോങ് ജമ്പിന് ചാടാനുള്ള ആ ഒരു ബോർഡിൽ എന്നെ കൊണ്ടുപോയി ആക്കുകയും ചെയ്തു. ലുക്ക്, ഹി സെഡ്, വൈ ഡോണ്ട് യു ഡ്രോ എ ലൈൻ a few inches behind the board and aim at making your take off from there. അപ്പം അവൻ ചോദിക്കുകയാണ്, നോക്ക്, നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ലെസ്ലോങ് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ആ ഒരു വരയിൽ നിന്ന് കുറച്ച് പുറകോട്ടൊരു വര നിന്റെ മനസ്സിൽ തന്നെ വരയ്ക്കുക, എന്നിട്ട് അവിടെ നിന്ന് ചാടിയാൽ മതി. നമ്മുടെ ഒറിജിനൽ മാർക്ക് നീ നോക്കണ്ട, അതിന് മുമ്പ് ഒരു മാർക്ക് നീ വരയ്ക്കുക, ആ വരയെ കോൺസെൻട്രേറ്റ് ചെയ്ത് നീ ചാടുക എന്ന് പറഞ്ഞു. Why don't you draw a line a few inches behind the board and aim at making your takeoff from there? You will be sure not to foul and you certainly ought to jump far enough to qualify. What does it matter if you are not first in the trials? Tomorrow is what counts. അപ്പം നീ അങ്ങനെ ചാടിയാലും നീ ജയിക്കും, കാരണം നിനക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും, ഇന്നത്തെ ദിവസം നിനക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പം പക്ഷെ വാട്ട് ഡസ് ഇറ്റ് മാറ്റർ? അപ്പം ഇന്നത്തെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട, കാരണം നാളെയാണ് യഥാർത്ഥമായിട്ടുള്ള ഗെയിം എന്ന് പറയുന്നത്. ഇന്നത്തെ ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ്. ഇന്ന് നീ ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്തങ്ങ് ഇന്നത്തെ ദിവസം അങ്ങ് തള്ളി നിൽക്ക്. നാളെ നീ ഇച്ചിരി കൂടെ നന്നായിട്ട് മൈൻഡൊക്കെ സെറ്റ് ചെയ്ത്
കളിക്കാൻ ഇറങ്ങിയാൽ മതി. സഡൻലി ഓൾ ദി ടെൻഷൻ സീംഡ് ടു എബ് ഔട്ട് ഓഫ് മൈ ബോഡി ആസ് ദ ട്രൂത്ത് ഓഫ് വാട്ട് ഹി സെഡ് ഹിറ്റ് മീ. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്യുകയുണ്ടായി, നമ്മുടെ ജെസ്സയ്ക്ക് സ്ട്രൈക്ക് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ടെൻഷനൊക്കെ മറന്ന് ഇബ് ഔട്ട് ഓഫ് മൈ ബോഡി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടെൻഷനെല്ലാം ഉള്ളിൽ നിന്ന് ഒഴുകിപ്പോയി. ആസ് ദി ട്രൂത്ത് ഓഫ് വാട്ട് ഹി സെഡ് ഹിറ്റ് മീ, അദ്ദേഹം പറഞ്ഞത് കാര്യമാണെന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഓർത്തു. കോൺഫിഡൻ്റ്ലി ഐ ഡ്രൂ എ ലൈൻ എ ഫുൾ ഫുട്ട് ബിഹൈൻഡ് ദ ബോർഡ് ആൻഡ് പ്രൊസീഡഡ് ടു ജംപ് ഫ്രം ദെയർ. ഐ ക്വാളിഫൈഡ് വിത്ത് ഓൾമോസ്റ്റ് എ ഫുട്ട് ടു സ്പെയർ. അപ്പം ഞാൻ അവൻ പറഞ്ഞ പോലെ തന്നെ നേരെ ഫ്രണ്ടിൽ ഒരു വര വരച്ചിട്ട് അവിടെ നിന്ന് ചാടി. അപ്പം ഡിസ്ക്വാളിഫൈ ചെയ്യുന്നില്ല, കാരണം ഒറിജിനൽ വരയിൽ ചവിട്ടുന്നേ ഇല്ല. ഒരു ചില മുമ്പിലൊരു വര അവൻ്റെ ഇമാജിനേഷനിൽ വരച്ചിട്ട് അങ്ങനെ ചാടി. അപ്പം അദ്ദേഹം അന്ന് ജയിക്കുകയുണ്ടായി, ക്വാളിഫൈ ചെയ്യുകയുണ്ടായി. ദാറ്റ് നൈറ്റ് ഐ വാക്ക്ഡ് ഓവർ ടു ലെസ്ലോങ്സ് റൂം ഇൻ ദ ഒളിമ്പിക് വില്ലേജ് ടു താങ്ക് ഹിം. അന്ന് രാത്രി തന്നെ ലെസ്ലോങ്ങിനെ റൂമിൽ പോയി കണ്ടിട്ട് ഒന്ന് ഒരു താങ്ക്സ് പറയാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. I knew that if it hadn't been for him, I probably won't be jumping in the finals the following day. We sat in his quarters and talked for 2 hours about track and field, ourselves, the world situation, a dozen other things. അപ്പം ഞാൻ അവരുടെ റൂമിൽ പോയിട്ട് അവനോട് നന്ദി പറയുകയുണ്ടായി. അതുപോലെ തന്നെ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഞങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അന്ന് അവനെ കണ്ടില്ലായിരുന്നെങ്കിൽ, അവൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, അവൻ പറഞ്ഞ ടിപ്സ് ഞാൻ അനുസരിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒളിമ്പിക്സിൽ ക്വാളിഫൈ ചെയ്യില്ലായിരുന്നു. അപ്പം അത്രയും മാത്രം നന്ദി എനിക്ക് അവനോടുണ്ട്. വെൻ ഐ ഫൈനലി ഗോട്ട് അപ്പ് ടു ലീവ് വി ബോത്ത് ന്യൂ ദാറ്റ് എ റിയൽ ഫ്രണ്ട്ഷിപ്പ് ഹാഡ് ബീൻ ഫോംഡ്. അപ്പം ഞങ്ങൾ അന്ന് രാത്രി പിരിയുന്ന ആ സമയത്ത് ഞങ്ങൾ ഉള്ളിൽ ഒരു നല്ല ഒരു സുഹൃത്ത് ബന്ധം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായി. ലെസ് വുഡ് ഗോ ഔട്ട് ടു ദ ഫീൽഡ് ദ നെക്സ്റ്റ് ഡേ ട്രൈങ് ടു ബീറ്റ് മീ ഇഫ് ഹി കുഡ്, ബട്ട് ഐ ന്യൂ ദാറ്റ് ഹി wanted me to do my best even if that meant my winning. അപ്പോൾ ലെസ്ലോങ്, നമ്മുടെ ജർമ്മൻ ആയിട്ടുള്ള ലെസ്ലോങ് നെക്സ്റ്റ് ഡേ ഇവർ മത്സരത്തിന് പോകാൻ നേരത്തും നമ്മുടെ ജെസ്സയുടെ ഉള്ളിൽ തോന്നിയത് എന്താന്ന് വെച്ചാൽ, ലെസ്ലോങ്ങിന് അവൻ്റെ വിജയത്തിനോടൊപ്പം തന്നെ എൻ്റെ വിജയവും അവന് പ്രധാനപ്പെട്ടതാണ്. അപ്പം അവൻ അത്രയും സിൻസിയറായിട്ട് എൻ്റെ വിജയവും അവൻ ആഘോഷിക്കുക, അല്ലെങ്കിൽ അവന് അത് ഒത്തിരി പ്രാർത്ഥനയോടെ അവനും കാണുന്ന ഒരു കാര്യമാണ്. As it turned out, Les broke his own past record. അപ്പം ലെസ്ലോങ് ആദ്യം ചാടുകയുണ്ടായി മത്സരം വന്നപ്പം. അപ്പം അദ്ദേഹം ആദ്യം ചാടിയിട്ട് അദ്ദേഹം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു, ഒരു ഒളിമ്പിക് റെക്കോർഡ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തന്നെ ബ്രോക്ക് ചെയ്തു, അദ്ദേഹം തന്നെ തിരുത്തി കുറിച്ചു. ഇൻ ഡൂയിങ് സോ ഹി പുഷ്ഡ് മീ ഓൺ ടു എ പീക്ക് പെർഫോമൻസ്. അപ്പം അദ്ദേഹം ആ ഒരു ചാട്ടത്തോടെ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയുണ്ടായി. I remember that at the instant I landed from my final jump, the one which set the Olympic record of 26 feet 16 inches, he was at my side congratulating me. അപ്പം നമ്മുടെ ലെസ്ലോങ് ചാടി അദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റ് റെക്കോർഡ് ഭേദിച്ചു. അതിനോടൊപ്പം തന്നെ അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് നമ്മുടെ ജെസ്സെ ഓവൻസിനാണ്. അപ്പം ജെസ്സെ ഓവൻസ് ചാടിയിട്ട് അദ്ദേഹം മത്സരത്തിൽ പങ്കെടുത്തിട്ട് അദ്ദേഹവും ഒരു ഒളിമ്പിക് റെക്കോർഡ് നമ്മുടെ ലെസ്ലോങ്ങിനേക്കാളും നന്നായിട്ട് മത്സരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു ഒളിമ്പിക് റെക്കോർഡ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പം 26 feet 5.5 16 inches എന്ന് പറയുന്ന ഒരു പുതിയൊരു റെക്കോർഡ് നമ്മുടെ ജെസ്സെ ഓവൻസിനും കിട്ടുകയുണ്ടായി. അപ്പം അദ്ദേഹം ഇപ്പം ആരാ ഫസ്റ്റ് നിൽക്കുന്നത്? ജെസ്സെ ഓവൻസ് ആണ്. ഹി വാസ് അറ്റ് മൈ സൈഡ് കൺഗ്രാജുലേറ്റിംഗ് മീ. അപ്പം നമ്മുടെ ലെസ്ലോങ് വന്ന് അദ്ദേഹത്തിൻ്റെ പക്കൽ അടുത്ത് വന്നിട്ട് അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്, അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. Despite the fact that Hitler glared at us from the stands not 100 yards away, Les shook my hand hard and it wasn't a fake smile with a broken heart sort of grip either. അപ്പം നമ്മുടെ ലെസ്ലോങ് ഈ വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഹിറ്റ്ലർ കാണുകയാണ്. നമ്മുടെ അങ്ങ് അവിടെ നിന്ന് ഗ്ലെയർ തുറച്ച് നോക്കുന്നുണ്ട്, ഹിറ്റ്ലർ ഇതെല്ലാം നോക്കുന്നുണ്ട്. അപ്പം ഇറ്റ് വാസ് ഇൻ എ ഫേക്ക് സ്മൈൽ. അപ്പം നമ്മുടെ ലെസ്ലോങ്ങിൻ്റെ ഉള്ളിൽ ഇവൻ ജയിച്ചു എന്നുള്ളതിൻ്റെ ഒരു കുശുമ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അദ്ദേഹം ഒരു ഫേക്ക് സ്മൈൽ അല്ല, അദ്ദേഹത്തിൻ്റെ ചിരി എന്ന് പറയുന്നത് വളരെ സിൻസിയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വേദനയൊന്നും ആ ഒരു ചിരിയിൽ കാണുവാൻ സാധിക്കത്തില്ലായിരുന്നു. അത്രമാത്രം നമ്മുടെ ജെസ്സയുടെ വിജയത്തിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു, അദ്ദേഹം സന്തോഷവാനായിരുന്നു. യു ക്യാൻ മെൽറ്റ് ഡൗൺ ഓൾ ദി ഗോൾഡ് മെഡൽസ് ആൻഡ് കപ്സ് ഐ ഹാവ്
and there couldn't be a plating on the 24-carat friendship I felt for less long at that moment. അപ്പോൾ അദ്ദേഹത്തിനുള്ള ആഗ്രഹം, ജെസ്സയ്ക്ക് നേരത്തെ ഉണ്ടൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ 2 ഗോൾഡ് മെഡൽസ് എങ്കിലും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ ഗോൾഡ് മെഡലിനെക്കാളും ആ ഒരു 24-carat ഫ്രണ്ട്ഷിപ്പിനെക്കാളും 24-carat എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് ഏറ്റവും വിലയേറിയായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഒളിമ്പിക്സ് കഴിഞ്ഞതോടെ അവന് ഒരു നല്ലൊരു 24-carat അത്രയും പ്യുവറായിട്ടുള്ളൊരു ഫ്രണ്ടിനെ നമ്മുടെ ലെസ് ലോങ്ങിന് അതുപോലെ തന്നെ ജെസ്സയ്ക്ക് ഉള്ളിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ ഒരു ഗോൾഡ് മെഡൽ എന്ന് പറയുന്നത് ചുമ്മാ ഒരു പ്ലേറ്റിംഗ് ആണ്, ചുമ്മാ ഒരു പ്ലേറ്റാണ്, ഒരു മെറ്റൽ പ്ലേറ്റ് ആണ്. പക്ഷെ അതിനേക്കാളും വില നമ്മുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്നുണ്ട്. I realized then too that Les was the epitome of what Pierre de Coubertin, founder of the modern Olympic Games, must have had in mind when he said. അപ്പം ഞാനിപ്പോൾ ഓർക്കുകയാണ്, ലെസ് ലോങ് എന്ന് പറയുന്നത് ഒരു എപ്പിറ്റോമാണ്. എപ്പിറ്റോം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിബിംബമാണ് ഓഫ് വാട്ട് പിയർ ഡി കൗബർട്ടിൻ എന്ന് വെച്ചാൽ ഫാദർ ഓഫ് ഒളിമ്പിക്സിന് ആണ് അദ്ദേഹം. പിയർ ഡി കൗബർട്ടിൻ എന്ന് പറയുന്നതാണ് ഫാദർ ഓഫ് ഒളിമ്പിക്സ്. അപ്പം അദ്ദേഹമാണ് ഒളിമ്പിക് ഗെയിംസ് എല്ലാം കണ്ടുപിടിച്ചത്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദി ഒളിമ്പിക് ഗെയിംസ് ഈസ് നോട്ട് വിന്നിങ് ബട്ട് ടേക്കിംഗ് പാർട്ട്. അപ്പം ഒരു ഒളിമ്പിക് ഗെയിംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിജയമല്ല, പക്ഷേ അവിടെ ഷെയർ ചെയ്യുന്ന, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റിയാണ്. ദി എസെൻഷ്യൽ തിങ് ഇൻ ലൈഫ് ഈസ് നോട്ട് കോൺകറിങ് ബട്ട് ഫൈറ്റിംഗ് വെൽ. അതുപോലെ തന്നെ ജീവിതത്തിൽ വേണ്ടത് ഒരിക്കലും വേറൊരാളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതല്ല, പക്ഷേ നന്നായി പോരാടുക എന്നുള്ളതാണ്. ഒരാളെ ഭരിക്കുക എന്നുള്ളതല്ല, പക്ഷേ സ്വയമേ നന്നായി പോരാടുക എന്നുള്ള കാര്യം നമ്മുടെ ജെസ്സയെ ഓർക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ ഒരു ആര്യൻ സുപ്രീമസി എന്താണെന്നുള്ളതാണ്. അപ്പോൾ ആര്യൻ സുപ്രീമസി ആ ഒരു ചിന്ത നമ്മുടെ ജെസ്സെ ഓവൻസിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിനെ അലട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു അലട്ടൽ കാരണം അദ്ദേഹത്തിൻ്റെ മൈൻഡെല്ലാം മാറുകയും അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാവുകയും അദ്ദേഹം ആദ്യത്തെ 2 ട്രയൽസിൽ പരാജിതനാവുകയും ലെസ് ലോങ് വന്ന് അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ച് 3ാമത്തെ ട്രയൽസിന് വിജയിപ്പിച്ച് പിറ്റേ ദിവസം ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ലെസ് ലോങ് ആദ്യം ഒരു റെക്കോർഡ് ഉണ്ടാക്കി. പക്ഷെ അതിനെ മറികടന്ന് നമ്മുടെ ജെസ്സെ ഓവൻസ്, നീഗ്രോ വർഗ്ഗക്കാരനായിട്ടുള്ള ജെസ്സെ ഓവൻസ് അതിനേക്കാളും മറികടന്നൊരു റെക്കോർഡ് സെറ്റ് ചെയ്തു. ഇതിൽ 2 പേരും ഇത്രയും സന്തോഷവാന്മാരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആര്യൻ സുപ്രീമസി എന്ന് പറയുന്ന കാര്യം ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഗ്രേറ്റസ്റ്റ് ഒളിമ്പിക് മെഡൽ എന്ന് ഈ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.